പള്ളി തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് തിരിച്ചടി. സഭയുടെ ആവശ്യം തള്ളി സുപ്രീം കോടതി. കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുടെ പള്ളികളുടെയും വിശ്വാസികളുടെയും കണക്കെടുപ്പ് തടയണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഇരുവിഭാഗങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പള്ളികളുടെ പട്ടിക, തർക്കത്തിലിരിക്കുന്ന പള്ളികളുടെ വിവരങ്ങൾ, വിശ്വാസികളുടെ എണ്ണം തുടങ്ങിയ വിവരങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് അടിസ്ഥാനത്തിൽ സമർപ്പിക്കുവാനുള്ള നിർദ്ദേശം സുപ്രീം കോടതി നേരത്തെ നൽകിയിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഓർത്തഡോക്സ് വിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത്തരത്തിൽ വിവരങ്ങൾ പങ്കുവെക്കുന്നത് അരാജകത്വത്തിന് കാരണമാകുമെന്നാണ് ഓർത്തഡോക്സ് വിഭാഗം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഈ വാദം അംഗീകരിക്കാതിരുന്ന കോടതി ഇരുവിഭാഗങ്ങളുടെയും ജനസംഖ്യ, സ്വത്ത്, പള്ളികൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. മതപരമായ കാര്യങ്ങളിൽ കോടതികൾ വളരെ കരുതലോടെയാണ് നീങ്ങേണ്ടതെന്നും വിശദാംശങ്ങൾ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾക്ക് പരസ്പരം കൈമാറരുതെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. നമ്പർ ഗെയിം കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന് ഓർത്തഡോക്സ് വിഭാഗം കോടതിയിൽ വാദിച്ചെങ്കിലും മുൻവിധികൾ പുനഃപരിശോധിക്കാനല്ല, മറിച്ച് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യത തേടിയാണ് കണക്കെടുപ്പിന് നിർദ്ദേശം നൽകിയതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ക്രമസമാധാന വിഷയമുണ്ടാകുമെന്ന് ഓർത്തഡോക്സ് വിഭാഗം ഉന്നയിച്ചപ്പോൾ അത് പറയേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കണക്കെടുപ്പ് 90% പൂർത്തിയായെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. കേസ് ഈ മാസം 29-ന് വീണ്ടും പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. കണക്കെടുപ്പ് പൂർത്തിയായാൽ തങ്ങളുടെ വാദങ്ങൾ തിരിച്ചടിയാകുമെന്ന ബോധ്യത്തിലാണ് ഓർത്തഡോക്സ് വിഭാഗം കണക്കെടുപ്പിനെ എതിർക്കുന്നത്. എന്നാൽ കോടതിയുടെ ഇടപെടലിലൂടെ തങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് യാക്കോബായ വിഭാഗം.